നോമ്പുകാലത്തെ നാലാം വെള്ളിയാഴ്ച ക്രൂശിതനായ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്കും സഹനത്തിലേക്കും നാം കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ദിനമാണ്. കുരിശിന്റെ വഴി, സ്നേഹത്തിന്റെ വഴി. വെള്ളിയാഴ്ചകൾ എപ്പോഴും കാൽവരിയിലെ ത്യാഗത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നോമ്പിന്റെ പകുതിയിലധികം പിന്നിടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെ നാം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ചിന്ത: കുരിശെന്നത് വെറുമൊരു കഷ്ടപ്പാടല്ല, മറിച്ച് ദൈവത്തിന് നമ്മോടുള്ള അളവറ്റ സ്നേഹത്തിന്റെ അടയാളമാണ്. നമ്മുടെ ജീവിതത്തിലെ ചെറിയ വിഷമങ്ങളെ ക്രിസ്തുവിന്റെ വലിയ സഹനങ്ങളോട് ചേർത്ത് പിടിക്കാൻ ഈ ദിവസം നമ്മെ ക്ഷണിക്കുന്നു. അനുതാപവും പാപമോചനവും. ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ പീഡിപ്പിച്ചവർക്കായി പ്രാർത്ഥിച്ചു. ഈ നാലാം വെള്ളിയാഴ്ച നമ്മുടെ ഉള്ളിലെ പകയും വിദ്വേഷവും കഴുകിക്കളയാൻ നമുക്ക് സാധിക്കണം. ചിന്ത: നമ്മോട് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കാതെ നമുക്ക് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കാൻ സാധിക്കില്ല. ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ മറ്റുള്ളവർക്ക് കരുണ നൽകുന്നവരായി നാം മാറണം. ശൂന്യവൽക്കരണം, emptying oneself. ക്രിസ്തു തന്നെ ശൂന്യനാക്കിക്കൊണ്ടാണ് മനുഷ്യകുലത്തെ രക്ഷിച്ചത്. നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ ആഗ്രഹങ്ങൾ, അഹങ്കാരം, ദേഷ്യം എന്നിവ ഉപേക്ഷിക്കാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കുന്നുണ്ടോ? ചിന്ത: ക്രിസ്തുവിനായി ഹൃദയത്തിൽ ഒരിടം ഒരുക്കാൻ നമ്മുടെ ഉള്ളിലെ ലോകസംബന്ധമായ കാര്യങ്ങളെ മാറ്റി നിർത്താം. ധ്യാനചിന്ത: ഒരുവൻ എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഈ നാലാം വെള്ളിയാഴ്ച ക്രൂശിതനായ കർത്താവിന്റെ പാദച്ചുവട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം. നോമ്പുകാല പ്രാർത്ഥന, വെള്ളിയാഴ്ച. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിൽ ജീവൻ ബലി നൽകിയ ഈശോയെ, ഈ നോമ്പുകാലത്തെ നാലാം വെള്ളിയാഴ്ച അങ്ങയുടെ കുരിശിൻ ചുവട്ടിൽ ഞങ്ങൾ നിൽക്കുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിനും ത്യാഗത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. അനുതാപത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയെ വേദനിപ്പിച്ച ഞങ്ങളുടെ സകല പ്രവൃത്തികളെയും ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് അകന്ന് അങ്ങയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശു വഹിക്കാൻ ബലം നൽകണമേ. ജീവിതത്തിലെ പ്രതിസന്ധികളും രോഗങ്ങളും സങ്കടങ്ങളും നേരിടുമ്പോൾ പരാതി കൂടാതെ അവ സഹിക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുരിശുകൾ അങ്ങയുടെ കുരിശിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യാശയോടെ മുന്നേറാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്ഷമയുടെ മാതൃകയ്ക്കായി തന്നെ പീഡിപ്പിച്ചവർക്കായി പ്രാർത്ഥിച്ച കർത്താവെ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമിക്കാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഉള്ളിലെ വിദ്വേഷവും പകയും മാറ്റി സ്നേഹത്തിന്റെ വക്താക്കളാക്കി ഞങ്ങളെ മാറ്റണമേ. വചനചിന്ത: നമ്മുടെ അതിക്രമങ്ങൾക്കു വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്കു വേണ്ടി അവൻ തകർക്കപ്പെട്ടു. ആമേൻ.